ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് രാവിലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലിക്ക് വണ്ടി കയറി. തൊടുപുഴക്കാരുടെ RPM 542 യാത്ര. വണ്ടിയിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഡ്രൈവർ ചേട്ടൻ നല്ല നീക്കാണ്ട നിൽക്കുന്നത്. രാവിലെ തന്നെ സൈഡ് സീറ്റിൽ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാൻ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അങ്കമാലിൽ വന്നിട്ട് ലോക്ക് ഷീറ്റ് വാങ്ങിച്ചിട്ട് വണ്ടി എടുക്കാനായിട്ട് പോയി. ഈ വണ്ടികളുടെ ഇടയിൽ നിന്ന് നമ്മുടെ വണ്ടി എവിടെയാണെന്ന് ഇനി തപ്പി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇതാണ് നമ്മുടെ വണ്ടി RNC 724 5:50 ചാലക്കുടി ഷെഡ്യൂളാണ്. കെട്ടുവള്ളം ഗ്ലാസ് വണ്ടി എന്നൊക്കെയാണ് ഇവന്റെ ഓമന പേര്. ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി എടുത്ത് ആലുവയ്ക്ക് വിട്ടു. 6:20 ഒക്കെ ആയപ്പോഴേക്ക് ആലുവയിലെത്തി. രാവിലെ തന്നെ ആയതുകൊണ്ട് സ്റ്റാൻഡിൽ വണ്ടികളൊക്കെ നിറഞ്ഞു കിടക്കാറുന്നു. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് അങ്കമാലി ചാലക്കുടി ട്രാക്കിലേക്ക് പിടിച്ചു. ഇനി ഇവിടുന്ന് ചാലക്കുടിക്ക് പോകണം. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇപ്പൊ തന്നെ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ടും. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പണ്ടത്തെ സൂപ്പർ ഡീലക്സ് സർവീസ് ആയിരുന്നു. ഇപ്പോഴും ആള് പുലിയാണ് ട്ടോ. 7 ഗിയർ വണ്ടിയാണ്. സാധാരണ വണ്ടിയെ അപേക്ഷിച്ച് സീറ്റിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ സീറ്റൊക്കെ ചാരി ഇരിക്കാൻ പാകത്തിന് ചെറിയ രീതിക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എയർബെല്ലോ സസ്പെൻഷൻ ആണ് വരുന്നത്. മൊത്തത്തിൽ പറഞ്ഞ ഗ്ലാസ് വണ്ടി ആയതുകൊണ്ട് ചൂടിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ബാക്കിയുള്ള വണ്ടികളെക്കാട്ടും യാത്രാസുഖം ഈ വണ്ടിക്കാണ്. ഈ വണ്ടിയുടെ ഒരു ഷേപ്പ് കണ്ടില്ലേ? ഈ ഒരു ഷേപ്പ് കൊണ്ടും ഈ ഒരു നീളം കൊണ്ടാണ് ഇതിനെ കെട്ടുവള്ളം എന്ന് വിളിക്കുന്നത്. സാധാരണ വണ്ടികളൊക്കെ 10 മീറ്റർ വരുമ്പോ ഇതിന്റെ നീളം വരുന്നത് 12 മീറ്റർ ആണ്. അങ്ങനെ നമ്മൾ ആലുവയിൽ നിന്ന് ചാലക്കുടിക്ക് പോകാനായിട്ട് റെഡിയായി. നേരെ അങ്കമാലിൽ വന്നു. പിന്നെ ഇതിന്റെ മുമ്പിലെ ഡോറ് സാധാരണ ഓർഡിനറി ബസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഡ്രൈവറുടെ നേരെയാണ്. വണ്ടി സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇതുപോലത്തെ വണ്ടി കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ചാലക്കുടിയിൽ വന്ന് കണ്ടക്ടറേറ്റം സമയം വെക്കാനായിട്ട് പോയി. ചായ കുടിക്കാനുള്ള ടൈം ആവാത്തതുകൊണ്ട് അടുത്ത ട്രിപ്പിന് വരുമ്പോൾ ചായ കുടിക്കാന്ന് കരുതി നേരെ വണ്ടി ആലുവക്ക് പിടിച്ചു. ആലുവയിൽ വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ അങ്കമാലിക്ക് വന്നു. അങ്ങനെ ചാലക്കുടിയിൽ വന്ന് വണ്ടിയൊക്കെ ഒരു സൈഡിൽ ഒതുക്കി ചായ കുടിക്കാൻ വേണ്ടി പോകാൻ നേരത്താണ് നമ്മുടെ അർഫാത്ത് ഖാനെ കണ്ടത്. പുള്ളിയുടെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നേരെ മുരളി ഹോട്ടലിലേക്ക് പോയി. ഇഡ്ഡലിയും ചായയും കുടിച്ച് നമ്മുടെ സുനിലേട്ടനോട് വർത്താനൊക്കെ പറഞ്ഞ് വണ്ടി ട്രാക്കിൽ പിടിച്ച് ആലുവക്ക് പോകാനായിട്ട് റെഡിയായി. ആലുവയിൽ വന്നപ്പോഴേക്കും നമ്മുടെ ട്രാക്കിലൊക്കെ വണ്ടി കിടക്കാറുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം വണ്ടി ട്രാക്കിലേക്ക് ഇട്ടു. കൂടുതലും ചുവന്ന വണ്ടിയൊക്കെ LS FS ഒക്കെ ആയതുകൊണ്ട് ആളുകൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതി ഓർഡിനറിന്ന് സെപ്പറേറ്റ് എഴുതിയ ഒരു ബോർഡ് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണ്ടക്ടർ ജോൺസൺ ചേട്ടൻ. അങ്ങനെ 2-3 ആലുവ ചാലക്കുടി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉച്ചക്ക് ചോറുന്നാനുള്ള സമയമായി. ഈ ഒരു നിസ്സാര സമയത്തിന്റെ ഉള്ളിൽ ചായ കൂടിയും ചോറുന്നലൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. പക്ഷെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ആക്കി കാണിക്കുന്നത്. അതായത് ഏകദേശം രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചായയുടെയും ചോറിന്റെയും ഒക്കെ സമയത്ത് നമ്മൾ ചാലക്കുടിയിലാണെങ്കിൽ സുനിലേട്ടന്റെ മുരളി ഹോട്ടൽ അല്ലാതെ നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല കേട്ടോ. ചോറൊക്കെ കഴിച്ച് വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ ചങ്കി വിനോദേട്ടനെയും ലൈജു ബ്രോനെയും കണ്ടത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പോകാനായിട്ട് റെഡിയായി. ആലുവയിൽ വന്ന് മുഖവും കൈയൊക്കെ ഒന്ന് കഴുകി. വണ്ടിയുടെ അകത്ത് നല്ല ചൂടായതുകൊണ്ട് ഇടയ്ക്കൊക്കെ മുഖമൊക്കെ ഒന്ന് കഴുകുമ്പോൾ ചെറിയൊരു ആശ്വാസമാണ്. കുറച്ചേരം കസേരമേരുന്ന് വണ്ടിയുടെ മൊഞ്ചൊക്കെ നോക്കി ഇരുന്നപ്പോഴേക്കും പോകാനുള്ള സമയമായി. അങ്ങനെ ആലുവ ചാലക്കുടി 5 ട്രിപ്പ് അടിച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് അങ്കമാലിൽ വന്നു. എന്നത്തെയും പോലെ തന്നെ ഡീസൽ അടിച്ച് വണ്ടി ചെക്കപ്പിനായിട്ട് റാമ്പിലേക്ക് ഇട്ടു. ഇനിയുള്ള പരിപാടി എത്രയും പെട്ടെന്ന് അടുത്ത ബസ് പിടിച്ച് വീട്ടിൽ പോകാന്നുള്ളതാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.